ഇന്ത്യയുടെ തിരിച്ചടിയിൽ തങ്ങൾ തകർന്നിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ ലോകത്തിനൊന്നാകെ മുൻപിൽ പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷവും ഇന്ത്യയിൽ നിന്നുള്ള വിമർശനങ്ങൾ ഇന്ത്യക്കെതിരായി തന്നെ തുടരുന്നു. ആരുമല്ല, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയെ പോലെയുമുള്ളവർ. അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. 1971 യുദ്ധം എങ്ങനെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ടതെന്ന്. അതുപോലെയല്ല മോദി നേരിട്ടത്. ട്രംപിന്റെ ഒരൊറ്റ കോളിൽ മോദി കീഴടങ്ങി എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രശാന്ത് സാർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി നേരിട്ടത് എങ്ങനെയാണ്? മാത്രമല്ല, അന്ന് ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഐ നോ വാട്ട് ഐ വാണ്ട്. എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് എനിക്കറിയാം എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഏത് രീതിയിലാണ് ഇന്ത്യ പാക് യുദ്ധത്തെ അന്ന് നോക്കിക്കണ്ടത്? അവരെടുത്ത ഒരു നയതന്ത്ര തീരുമാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു പഠിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് എന്റെ ഈ ചോദ്യം. അല്ല, നരേന്ദ്രമോദിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നീതു, അതിന്റെ ചരിത്രം നമ്മൾ പുറകോട്ട് പരിശോധിച്ചാൽ അന്ന് ഈ 71 അല്ലെങ്കിൽ ആ യുദ്ധം, അതിന് കാരണമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അന്ന് പാകിസ്ഥാൻ ഇന്ത്യ കയറി അടിക്കുമായിരുന്നു, ഇന്ത്യൻ ബേസിൽ കയറി അടിക്കുകയാണ്. തിരിച്ചടിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ തിരിച്ചടിക്കണമെന്നുള്ള ആവശ്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി സൈനിക മേധാവിയുടെ അടുത്ത് പോയി തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ അതിന് സമയമല്ല, അതിനുള്ള കരുത്തിപ്പ ഇല്ല. ആ സാഹചര്യത്തിൽ നമ്മൾ കടിക്കാൻ ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രശ്നം എന്ന് ആ രീതിയിലേക്ക് പുള്ളി പറഞ്ഞു. പുള്ളി പക്ഷെ അത് വളരെ കുറച്ച് സമയം കഴിഞ്ഞു, അതിന് സാഹചര്യം വന്നപ്പോൾ ഇപ്പം തിരിച്ചടിച്ചതിന് ശേഷം ആ യുദ്ധം നമ്മൾ ജയിക്കുകയാണ് ചെയ്തത്. ആ യുദ്ധം ജയിച്ചു. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഇവർ ഈ പറഞ്ഞ ഇന്നത്തെ കൂട്ടറിൽ അമേരിക്ക ഡീൽ ചെയ്യുന്നുണ്ട്. അന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ ഇവർ പോയി, കൈയും കാലും പിടിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോയിട്ട് അതിന്റെ വാതിക്കൽ നിന്നിട്ട് മടങ്ങിപ്പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഈ പറയുന്ന അന്നത്തെ ഇന്ദിരാഗാന്ധി. അതിനുശേഷം രണ്ട് ചേരിയായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ട് ചേരിയായിട്ട് നിന്നിട്ടുള്ള റഷ്യയുടെ ഭാഗമായിട്ട് നമ്മൾ നിന്നു. ഇവരീ പറയുന്ന കപ്പൽപ്പടയെ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വിട്ടൊന്നുമല്ല. അന്ന് റഷ്യ ആ കപ്പൽപ്പട വന്നപ്പോൾ അവിടെ അണിനിരന്നപ്പോൾ ആ റഷ്യയോട് ഏറ്റുമുട്ടുന്നതിന് ഭയമുണ്ടാകുന്ന, അന്നും ഇന്നും ഭയമുള്ള അമേരിക്ക തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അന്ന് ആ യുദ്ധം ജയിച്ചു. കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടല്ലോ, യുദ്ധം ജയിച്ചു. കൂടുതൽ ഭൂപ്രദേശം ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ നമ്മൾ പിടിച്ചു. ഏതാണ്ട് 92,000 വരുന്ന ഭടന്മാർ കീഴടങ്ങി. ഇവിടുത്തെ പട്ടാളത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത കൊണ്ട് യുദ്ധം ചെയ്ത് കീഴടങ്ങി, സറണ്ടർ വെച്ചൊക്കെ ഇപ്പോഴും ഈ പറയുന്ന പുറകോട്ട് പരിശോധിച്ചാൽ നമ്മുടെ ഗൂഗിളിലൊക്കെ കാണും കീഴടങ്ങുന്നതും, നമ്മുടെ ആയുധം വെച്ച് കീഴടങ്ങുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. ആ 92ഓളം വരുന്ന പട്ടാളക്കാർ കീഴടങ്ങി. ആ പട്ടാളക്കാരെ പിടിച്ചെടുത്ത ഭൂമിയും ഇവരുടെ സ്വന്തം താല്പര്യപ്രകാരം തിരിച്ചു കൊടുത്തു. അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ സൈനിക മേധാവി അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. അദ്ദേഹം യൂട്യൂബിൽ നിങ്ങൾ ഈ പറയുന്ന പഠിക്കാൻ പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ പറ്റി അദ്ദേഹം വളരെ വിശദമായിട്ട് ഒരു പ്രമുഖ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഇപ്പവും കിടന്ന് ഓടുന്നുണ്ട് കൊച്ചുമോന്റെ ഗുണം കൊണ്ട്. അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ സാം മനീഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമായിരുന്നു അന്നത്തെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. അദ്ദേഹമാണ് ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തെ വളരെ വലിയ അംഗീകാരമായിരുന്നു ഇന്ത്യയില്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് സൈന്യത്തിനിടയിൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞത്, ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്ത്രീ, ഈ രാജ്യത്തിന് കൊള്ളുകില്ലാത്ത ഒരു പ്രധാനമന്ത്രി, അത്തരത്തിലൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഈ യുദ്ധം ഇവിടുത്തെ പട്ടാളക്കാർ പോയി ജയിപ്പിച്ചതിന് ശേഷം അന്ന് യുദ്ധ സമയത്ത് നമ്മളുടെ 100-100ഓളം വരുന്ന പട്ടാളക്കാർ പാക് ജയിലിലായി. യുദ്ധത്തിന് ശേഷം നമ്മൾ പിടിച്ച 92,000-93,000ഓളം വരുന്ന ഭടന്മാരെ പിടിച്ചെടുത്ത സ്ഥലവും ഒരു കാരണവുമില്ലാതെ, ഒരു കരാറും വെക്കാതെ തിരിച്ചു കൊടുത്തു. ഈ പറയുന്ന കാശ്മീരിലെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല. ഇതെല്ലാം തീരുമാനിച്ച് നമുക്ക് തീരുമാനമെടുത്ത് നമ്മളുടെ ഭാഗം മാത്രം യുദ്ധം ഉണ്ടാക്കി പാകിസ്ഥാനെ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയ പാകിസ്ഥാനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സമയം അന്ന് ഇവർക്കുണ്ടായിരുന്ന അവിഹിതത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്.
ആ ഈ സ്ത്രീക്ക് ഈ ഈ പറയുന്ന സൈനിക മേധാവിയായിട്ടുള്ള വിഹിതം, അതിനെപ്പറ്റി ഈ യൂട്യൂബിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ പറയുന്നല്ല. അതായത് അന്നത്തെ പാക് പ്രധാനമന്ത്രി ആയിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന അവിഹിതം, അതായത് അടച്ചിട്ട മുറിയിലെ കരാർ എന്നൊക്കെ പറയുന്നത് സിംല കരാർ, ഈ അയാളുമായിട്ടുണ്ടായിരുന്ന അവിഹിതത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് ആ സിംല കരാർ. എന്തോ സിംല കരാർ ഇപ്പം അവര് വീറ്റ് ചെയ്തല്ലോ. എന്തോ സിംല കരാർ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ രണ്ടുപേരും കൂടെ ആലോചിച്ച് വെളിയിൽ നിന്ന് ഒരാള് അതിനകത്ത് ഇടപെടണ്ട. ആ സിംല കരാർ ഉണ്ടാക്കിയതിന്റെ മുമ്പത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യക്ക് ഒരു പ്രയോജനവും ഉണ്ടില്ല. ഇന്ത്യ കയറി അടിച്ചിട്ട് പട്ടാളം പ്രയത്നിച്ച് യുദ്ധം ജയിച്ച് ആ യുദ്ധത്തിനകത്ത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഭാഗം ഉണ്ടായി. ഇന്ത്യ ബംഗ്ലാദേശിനെ കൊണ്ട് അന്ന് ഉണ്ടാക്കിയ ബംഗ്ലാദേശിനെ കൊണ്ട് നമുക്കെന്തോ പ്രയോജനം? നമുക്കെന്താണ് പ്രയോജനം? നമ്മളുടെ ഇന്ത്യക്കെതിരെ വാള് ഓങ്ങി പിടിക്കുന്ന മറ്റൊരു കൊച്ചു പാകിസ്ഥാനല്ലേ ബംഗ്ലാദേശ്? അല്ല എന്ത് പ്രയോജനം ഉണ്ടായത്? അന്ന് അവർ പ്രവർത്തിച്ചത് 1971 യുദ്ധം കണ്ട് പഠിക്കണമെന്ന് നമ്മുടെ പപ്പുമോൻ ഇന്നലെ ഭോപ്പാലിൽ അവരുടെ കുറെ ആൾക്കാരുടെക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സിന്ദൂർ എന്ന് പറഞ്ഞ ആക്രമണത്തെയും പരിഹസിച്ച് പറയുമ്പോൾ, സിന്ദൂർ എന്ന് പറയുന്ന ആക്രമണം നടന്നത് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തി. പാകിസ്ഥാൻ കരഞ്ഞു വിളിച്ചു, നമ്മൾ നിർത്തി, പാകിസ്ഥാനെ തകർത്തു. അവർ പറയുന്നത് കോടാനുകോടി രൂപ നഷ്ടം വന്നു. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ആയുധം കൊണ്ടുള്ള യുദ്ധം നിർത്തി. അന്ന് ആരോപണം വന്നു, ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ആ യുദ്ധം നിർത്തിയെന്ന്. അയാൾ തിരിച്ചു പറഞ്ഞില്ലേ? പിന്നെ ഇയാൾക്ക് എന്താ അത്ര സംശയം? ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. രണ്ടുപേരത്തും വെവ്വേറെ പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിനകത്ത് ആലോചന നടത്തണം, അല്ലാതെ ഈ യുദ്ധം ഞാൻ ഇടപെട്ട് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ശശി തരൂർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അമേരിക്കയിൽ പോയിരുന്നു പറഞ്ഞല്ലോ ഞങ്ങള് യുദ്ധം നിർത്തിയതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പങ്കില്ലെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് നിഷേധിച്ചോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം അമേരിക്കയിൽ നിഷേധിച്ചോ? ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിൽക്കുന്നവർ നിഷേധിച്ചോ? വീണ്ടും എന്താണ് ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ വിമാനം നഷ്ടപ്പെട്ടതിനെ പറ്റി ലോകത്തിന് തർക്കമില്ല, അല്ലെങ്കിൽ പാകിസ്ഥാന് തർക്കമില്ല, ഇയാൾക്ക് എന്നാലോ തർക്കം വരുന്നത്? എന്നിട്ട് ഇയാൾ പറയുന്നു 1971 അമ്മൂമ്മയുടെ ഈ പറഞ്ഞതുപോലുള്ള യുദ്ധം കണ്ട് പഠിക്കണമെന്ന്. അമ്മൂമ്മയുടെ യുദ്ധത്തിന്റെ കഥയാണ് ഈ പറഞ്ഞത് അന്നത്തെ സൈനിക മേധാവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ മനുഷ്യൻ അദ്ദേഹത്തിന് 1968 പത്മഭൂഷൺ കൊടുത്തു. 72 ഈ യുദ്ധത്തിന് ശേഷം പത്മഭൂഷൺ കൊടുത്തു. അത്രയ്ക്ക് ഇന്ത്യ മഹാരാജ ആദരിച്ചിട്ടുള്ള മനുഷ്യനാ. അയാളാണ് ഈ അമ്മൂമ്മയെ പറ്റി പറഞ്ഞത്, അമ്മൂമ്മയുടെ അടച്ചിട്ട മുറിയിലെ പ്രവൃത്തിയെ പറ്റി പറഞ്ഞത്, അമ്മൂമ്മയ്ക്ക് അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത്, അമ്മൂമ്മയ്ക്ക് നെഹ്റുവിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മത്തായി എന്ന് പറയുന്ന ഈ കേരളക്കാരനായിട്ടുള്ള അവരെ പറ്റി പറഞ്ഞത്. അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഇവരുടെ മോറൽ സൈഡിന്റെ പ്രശ്നത്തെ പറ്റി. അതായത് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്നത്. പറയിച്ചതാ. നിങ്ങളുടെ ഒരു പ്രധാനമന്ത്രിയെ പറ്റി എത്ര മോശമായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനക്ഷതം ഉണ്ടായ ഒരു കാര്യത്തിന് പേരിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ, ലോകം അംഗീകരിക്കുമ്പോൾ, ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു. അത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഇന്ത്യ ആക്ഷേപിക്കുമ്പോൾ ഇതിന് മറുപടി പറയണം. ഇത് ആൾക്കാർക്കെല്ലാം അറിയാം, ഇതെല്ലാരും കാണുന്നുണ്ട്, തെരഞ്ഞു പിടിക്കുന്നുണ്ട്. ഇയാളുടെ പണി എന്തുവായിരുന്നു? ഇയാളുടെ അച്ഛന്റെ പണിയും അല്ലെങ്കിൽ അപ്പൂപ്പന്റെ പണിയും അമ്മൂമ്മയുടെ പണിയും അമ്മൂമ്മയുടെ അച്ഛന്റെ പണിയും ഒക്കെ എന്തായാലും നമുക്ക് അറിയാം. എല്ലാരും തെരഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഉറക്കെ ആൾക്കാർ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൽഹിയിൽ വെച്ച് റോഡിൽ കൂടി നടന്നു പോയപ്പോൾ വിദ്യാർത്ഥി നിങ്ങളെ ഒറ്റുകാരെന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ചെരുപ്പ് ഏൽക്കേണ്ടി വന്നത്. അപ്പം അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് സിന്ദൂർ എന്ന് പറയുന്ന ആ ഓപ്പറേഷനെയും 71 ഈ പറയുന്ന യുദ്ധത്തെയും തുലനം ചെയ്യാൻ പറ്റത്തില്ല. മാന്യതയ്ക്ക് നിരക്കുന്നതല്ല രാഹുൽ ഗാന്ധി. 71 ഈ പറയുന്ന യുദ്ധം ജയിച്ചണക്കെയും യുദ്ധം ജയിച്ചതിന് ശേഷം തോറ്റ രാജ്യത്തിന് അടിയറ വെച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഈ ഇന്ദിരാഗാന്ധി. അല്ലെങ്കിൽ അത്തരത്തിലാണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിന്റെ ചരിത്രമുള്ളത്. പറഞ്ഞല്ലോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. അത് അവര് തീരുമാനിച്ചിരുന്നു അടച്ചിട്ട മുറിക്കകത്ത്. അതാണ് ചരിത്രം. അങ്ങനെയാണ് സിംല കരാർ ഉണ്ടായത്. അങ്ങനെയാണ് പിടിച്ചു വെച്ച ഭൂമി തിരിച്ചു പോയത്. അങ്ങനെയാണ് 93,000 പട്ടാളക്കാരെ തിരിച്ചു കൊടുത്തത്. എന്നിട്ട് 100ഓളം വരുന്ന പട്ടാളക്കാർ ഈ പറയുന്ന പാക് ജയിലിൽ കിടന്ന് മരിച്ചത്. അവർക്ക് അവിടെ മാതൃഭൂമിയിൽ പോകാൻ അല്ലെങ്കിൽ ജന്മഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാഞ്ഞത്. നിങ്ങൾ മനസ്സിലായി. സിന്ദൂറിന് ശേഷം ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ ജവാനെ തിരിച്ചു കൊണ്ടുവന്ന ചരിത്രവും, സർജിക്കൽ അറ്റാക്കിനകത്ത് അവിടെ വീണുപോയ പട്ടാളക്കാരനെ പിടിച്ചു വെച്ചപ്പോൾ രായിക്ക് രാമാനം തിരിച്ചു കൊണ്ട ചരിത്രവും ഒക്കെ ഇവിടെ ഉണ്ട്. അത് നരേന്ദ്രമോദി ഭരിച്ചപ്പോഴാ. ഈ നിങ്ങൾ ഭരിച്ച ഇന്ത്യയിലെ ചരിത്രവും ഈ ഇന്ത്യയുടെ ചരിത്രവും കൂടെ തുലനം ചെയ്യുമ്പോൾ ഇത്തരക്കുള്ള വ്യത്യാസമുണ്ട്.
നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന പ്രധാനമന്ത്രി, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിലുള്ള ഒരുപക്ഷെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടാണ്, വ്യക്താക്കളായിട്ടാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഏറ്റവും പുതിയ വ്യക്താവും ഏറ്റവും നല്ല രീതിയിൽ നോക്കിക്കാണാൻ പറ്റുന്ന മുഖവും നിങ്ങളുടെ മുഖമാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾ പാകിസ്ഥാന്റെ കൂടാണ്, നിങ്ങൾ ചൈനയുടെ കൂടാണ്, നിങ്ങൾ ശത്രുക്കളുടെ കൂടാണ്, ആഭ്യന്തര ശത്രുക്കളുടെ കൂടെ അകത്ത് നിൽക്കുന്നു. ഈ പറയുന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ വെളിയിലുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നു, അവരുടെ കൂടെ കൂടി ഇന്ത്യക്കകത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ കൂടെ കൂടി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ഭാഗമായിട്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഒളിച്ചായിരുന്നു കളി, വെളിച്ചത്ത് വന്നു. ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും, നിങ്ങൾ എത്ര രാജ്യസ്നേഹം പറഞ്ഞാലും നിങ്ങളെ ഒരു രാജ്യസ്നേഹിയായിട്ട് കാണുവാൻ സാധിക്കത്തില്ല. കാരണം സിന്ധൂറിന് ശേഷം ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്താണ് പാകിസ്ഥാൻ ചെയ്തത്, ഈ ഭീകരവാദം ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇവിടുത്തെ എല്ലാവരും ഒന്നിച്ചു പോയപ്പോൾ, ഓവൈസി പോയപ്പോൾ നമ്മൾ തർക്കിച്ചിരുന്നു ഓവൈസി ആരുടെ ഭാഗമാണെന്ന്. ഓവൈസി പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ ഭാഗമാണ്, ഞാൻ മുസ്ലിമാണ്, എന്റെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും എനിക്ക് ഒരുപോലെയാണ്, എന്റെ മുസ്ലിമിനെ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ആക്രമിച്ചാൽ അവനെ ശത്രുവായിട്ട് എനിക്ക് കാണാൻ പറ്റൂ, അവനോട് യുദ്ധം ചെയ്യണം, അവനെ തീർക്കണം എന്ന് പറയുന്ന ഓവൈസി മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് മാത്രം അത് പറയാൻ സാധിക്കാത്തപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ രാജ്യസ്നേഹിയായിട്ട് കാണുന്നത്? രാജ്യദ്രോഹിയായിട്ടല്ലേ കാണാൻ പറ്റൂ? അപ്പോൾ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് സിന്ധൂരിനെ തൊല്ലം ചെയ്യേണ്ട. സിന്ധൂര് പോയി ലോകത്തോട് പറഞ്ഞ് ലോകത്തിലുള്ളവനെ എല്ലാം കൂടി ഞങ്ങൾ ഇവിടുത്തെ ഭീകരന്മാരെ ക്കെതിരെ നിൽക്കുന്നത് പോലെ ലോകം മൊത്തം ഒന്നിച്ചേക്കണം. ഈ ഭീകരവാദത്തെ, ഈ മതമൂല്യവാദത്തെ, ഈ ടെററിസത്തെ ലോകം ഒന്നിച്ച് നിന്ന് ചേർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ച് തിരിച്ചു വരുമ്പോഴും ഇയാൾ ഇപ്പോഴും കുറെ ആൾക്കാരെ വിളിച്ചുകൂട്ടി നരേന്ദ്രമോദി ആ ഫോൺ കേട്ടപ്പോൾ ശരണ്രായി എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കാൻ വേറെ വല്ലവരും കാണും? കാണത്തില്ല. അതുകൊണ്ട് 71 കണ്ട് പഠിക്കാനൊക്കെ പറഞ്ഞാൽ 71 കണ്ട് പഠിച്ചാൽ അടച്ചിട്ട മുറിയിലെ അവിഹിതം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറയിക്കാതിരിക്കുക രാഹുൽ ഗാന്ധി, അതാണ് നല്ലത്. അതാണ് ഇനിയും എങ്കിലും ആവർത്തിക്കാതിരുന്നാൽ അതാണ് നല്ലത്. യെസ്, എന്തായാലും 1971 യുദ്ധവും അന്നത്തെ പ്രധാനമന്ത്രിയെയും കണ്ടുപഠിക്കൂവെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആഹ്വാനം ചെയ്യുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മോറൽ സൈഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇന്ന് രാജ്യത്ത് ചർച്ചാ വിഷയമാവുകയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.